يؤتى العبد يوم القيامة وإن قتل في سبيل الله. ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ ദാസന്മാരെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ആനയിക്കപ്പെടുമത്രേ. വഇൻ ഖുതില ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ വീരമൃത്യു വരിച്ചവരാണെങ്കിലും നാളെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുമത്രേ. ഫയുഖാലു, അവരോട് പറയപ്പെടും, അദ്ദി അമാനതക്, നിന്റെ അമാനത്ത് നിറവേറ്റിയിട്ട് പോകൂ സഹോദരാ. എല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ്. സ്ത്രീകളാകട്ടെ, പുരുഷന്മാരാകട്ടെ, യുവാക്കളാകട്ടെ, യുവതികളാകട്ടെ, വൃദ്ധന്മാരാകട്ടെ, വൃദ്ധകളാകട്ടെ, ഈ ദുനിയാവിൽ എത്ര വർഷം ജീവിച്ചുവോ, എത്ര നാള് ജീവിച്ചുവോ, എത്ര കാലയളവിൽ ജീവിച്ചുവോ, നാം എന്തെല്ലാം പ്രവർത്തിച്ചുവോ, ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചുവോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ അവന്റെ ദർബാറിലേക്ക് നമ്മെ ഹാജരാക്കുമ്പോ നമ്മുടെ മുന്നിൽ അവൻ ചോദിക്കുകയാണ്, അദ്ദി അമാനതക്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് ചോദിക്കുന്നു, നിന്റെ അമാനത്ത് നീ നിറവേറ്റിയിട്ട് പോവുക. എന്തെങ്കിലും അമാനത്തുകളിൽ വീഴ്ച വരുത്തിയിട്ടാണ് നമ്മൾ ആഖിറത്തിലേക്ക് പോകുന്നതെങ്കിൽ അല്ലാഹു നമ്മളോട് ചോദിക്കും, ആ അമാനത്ത് ഇവിടെ ഏൽപ്പിച്ചിട്ട് നീ പോയിക്കോ. ഉടനെ അവൻ പറയുകയാണ്, ഐ റബ്ബി കൈഫാ, അല്ലാഹുവേ ഞാൻ എങ്ങനെയാണ് അത് നിറവേറ്റുക റബ്ബേ. ഖദ് ദഹബതി ദുനിയാ, ദുനിയാവ് നഷ്ടപ്പെട്ട സ്ഥിതിക്ക്, ദുനിയാവ് പോയ സ്ഥിതിക്ക്, ദുനിയാവ് അസ്തമിച്ച സ്ഥിതിക്ക് റബ്ബേ ഞാൻ എങ്ങനെയാണ് അത് നിറവേറ്റുക. കൈഫ ഉഅദ്ദിഹാ, എങ്ങനെയാണ് ഈ അമാനത്ത് നിറവേറ്റുക അല്ലാഹ്. ഉടനെ അല്ലാഹുവിന്റെ മറുപടി, ഇൻതലിഖൂ ബിഹി ഇലൽ ഹാവിയ, ഏ മലക്കുകളെ ഇവനെ ഹാവിയ എന്ന നരകത്തിലേക്ക് കൊണ്ടുപോകണമേ. ഫയുൻതലഖു ബിഹി ഇലൽ ഹാവിയ, ഹാവിയ എന്ന നരകത്തിലേക്ക് അവനെ തള്ളപ്പെടുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഹാവിയ എന്ന നരകം കൊടും ചൂടേറിയ നരകമാണ്. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലും ഒരു വഖത്തുകളിലൂടെ നാം ഇമാമിന്റെ പിന്നാലെ നിൽക്കുമ്പോൾ കേൾക്കുന്ന ഒരു സൂറത്താണ് ഈ ആയത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഭയപ്പെടുത്തുകയാണ്. നബിയേ, അങ്ങേക്കറിയുമോ ഹാവിയ എന്ന നരകത്തെ കുറിച്ച്? നബിയേ, ഹാവിയ എന്ന നരകത്തെ കുറിച്ച് അങ്ങേക്കറിയുമോ? അതെന്താണെന്നറിയുമോ? നാറുൻ ഹാമിയ, കൊടും ചൂടേറിയ നരകമത്രേ. ഭയങ്കരമായ ചൂടിന്റെ നരകമാണ് ഹാവിയ എന്ന നരകം. ഇന്ന് നമ്മുടെ ഈ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് തീതുപ്പുന്ന സൂര്യന്റെ ചൂട് കൊണ്ട് ഈ ഭൂലോകത്ത് ജീവിക്കുന്ന എത്രയോ പേർക്ക് സൂര്യന്റെ ആഘാതമാണ് ഏൽക്കുന്നത്. പാടത്ത് പണിയെടുക്കുന്നവർക്ക്, യാത്ര ചെയ്യുന്നവർക്ക്, കുഞ്ഞു മക്കൾക്ക് പോലും സൂര്യന്റെ ആഘാതത്താൽ ഗുരുതരമായ പൊള്ളലേൽക്കുന്നുവെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
ഈ ചൂട് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നറിയുമോ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വലഖദ് ഇസ്തഖതിന്നാർ വലഖദ് ഇസ്തഖതിന്നാർ. നരകം അല്ലാഹുവിനോട് ആവലാതിപ്പെടുകയാണ്. നരകം അല്ലാഹുവിനോട് ആവലാതിപ്പെടുകയാണ്. ഫഖാലത്ത്, ആ നരകം ചോദിക്കുകയാണ്, റബ്ബി, എന്റെ പടച്ച തമ്പുരാനെ, അകല ബഅളീ ബഅളാ, അകല ബഅളീ ബഅളാ. എന്റെ ചില ഭാഗങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ് ചൂടിന്റെ കാഠിന്യത്താൽ, കഠിനമായ ചൂടിന്റെ ആഘാതത്താൽ ഞാൻ സ്വയം നശിച്ചു കൊണ്ടിരിക്കുന്നു പടച്ച തമ്പുരാനെ. അതിനൊരു പരിഹാരമാർഗം നീ ഇച്ഛിച്ചു നൽകണമേ റബ്ബേ. ഒരു പരിഹാരമാർഗം, എനിക്കൊരു പരിഹാരമാർഗം നിർദ്ദേശിക്കണം. ഭയങ്കരമായ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല, ഞാൻ തന്നെ സ്വമേധയാ നശിച്ചു പോവുകയാണ്. ഫഅദിന ലഹാ നഫസൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തോട് പറയുകയാണ്, 2 പ്രാവശ്യം നീ ഒന്ന് നിശ്വസിച്ചോ. 2 പ്രാവശ്യം ശ്വാസം വിടുക. ശ്വാസം ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ് ചൂട് കൊണ്ട്. 2 പ്രാവശ്യം നിശ്വസിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തോട് പറയുന്നു. ഒന്ന്, നഫസുൻ ഫിശ്ശിതാ വനഫസുൻ ഫിസ്സൈഫ്. കൊടും ചൂടുള്ള സമയത്ത്, നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂടിന്റെ സമയത്ത് ഒരു നിശ്വാസം നരകം നിശ്വസിച്ചു അത്രേ. കൊടും തണുപ്പുള്ള സമയത്തും ആ നരകം നിശ്വസിച്ചു അത്രേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഅശദ്ദു മാ തജിദൂന മിനൽ ഹർറ ഫഅശദ്ദു മാ തജിദൂന മിനസ് സംഹരീർ. നിങ്ങൾ ഈ ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂടുണ്ടല്ലോ, ആ ചൂടിന്റെ ഉത്ഭവം, അതിന്റെ ഉറവിടം നരകത്തിന്റെ ഭാഗത്ത് നിന്നാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായോ? ചൂട് അതാണ്. മനുഷ്യൻ പഠിക്കുന്നില്ല. ഇത്രയും ചൂടുണ്ടായിട്ടും മനുഷ്യൻ പഠിക്കുന്നില്ല. വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ കൊതിക്കുകയാണ്, മഴയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. AC ഉണ്ടായിട്ട് എന്താ കാര്യം? ഫാൻ ഉണ്ടായിട്ട് എന്താ കാര്യം? കറണ്ട് വേണ്ടേ? കറണ്ട് ഉണ്ടാകണമെങ്കിൽ എന്താ ചെയ്യാ? ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ കുറ്റം പറയാൻ പറ്റും. അവരെന്താ അറിയാം? വെള്ളം വേണ്ടേ? വെള്ളത്തിന് ഇപ്പൊ എവിടെ പോവാ? മഴ വേണ്ടേ? മഴ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇപ്പോ മഴ വേണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാഹു ആകാശത്തിന്റെ ഉടമസ്ഥനായ പടച്ച തമ്പുരാനെ സ്വാധീനിക്കണം. അല്ലാഹുമായുള്ള ബന്ധം ഉണ്ടാക്കണം. അല്ലാഹുള്ള ബന്ധം എങ്ങനെ ഉണ്ടാക്കണം? മനുഷ്യൻ ചെയ്യുന്ന പാവങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആകാശത്തിന്റെ വാതിൽ നമ്മുടെ മേലെ തുറന്നു തരും. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാല ദീനിന്റെ പ്രബോധനം നടത്തിയിട്ട് ആ ജനങ്ങൾ അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചപ്പോ ആ ജനങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് പോയിട്ട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണമേ, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി തരും, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണമേ, പശ്ചാത്തപിക്കണമേ. എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് ചെയ്തു തരുന്ന അനുഗ്രഹം എന്തെന്നറിയുവോ? ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ അവൻ നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരും. മാത്രമല്ല യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ.
ആവശ്യാനുസരണം നിങ്ങളുടെ മനം കുളിർക്കുമാർ നിങ്ങളുടെ സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും കാലികൾക്കും ഉദരജീവികൾക്കും കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും അവരുടെ മനസ്സിനെ തണുപ്പിക്കുന്ന നിലയിലുള്ള മഴ അല്ലാഹു വർഷിപ്പിച്ചു തരുമത്രേ. അതിനെന്താണ് പരിഹാരം? ഇസ്തിഗ്ഫാർ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങലാണ്. അതല്ലാതെ മറ്റൊരു വഴികളും അവിടെ ഇല്ല. ഇസ്തിഗ്ഫാറിലൂടെ, പശ്ചാത്താപത്തിലൂടെ, പാപമോചനത്തിലൂടെ, പ്രായശ്ചിത്തത്തിലൂടെ, കണ്ണുനീരോടെ റബ്ബിന്റെ കോടതിയിലേക്ക് നമ്മൾ നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കുമ്പോ പടച്ച തമ്പുരാൻ ആകാശത്തിന്റെ വാതിൽ നമ്മുടെ മേൽ തുറന്നു തരും. അങ്ങനെ അള്ളാന്റെ കരുണ നമ്മുടെ നാട്ടിലേക്ക് പെയ്തിറങ്ങും. അതിന് നാം പശ്ചാത്തപിച്ച് മടങ്ങണം. അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അതല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ വഴികളൊന്നുമില്ല. അതുകൊണ്ട് നരകം പോലും അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ ഈ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല നാഥനെ. അതാണ് ഹാവിയ എന്ന് പറയുന്ന കൊടും ചൂട്. ആ ഹാവിയ എന്ന് പറയുന്ന നരകത്തിന്റെ അടിമകൾ ആരെന്നറിയുമോ? ദുനിയാവിൽ അമാനത്തിൽ വീഴ്ച വരുത്തുന്നവരാണ്. ഇൻതലിഖൂ ബിഹി ഇലൽ ഹാവിയ. ഹാവിയ എന്ന നരകത്തിലേക്ക് അവരെ തള്ളിയിടണമേ. ഫയുൻതലഖൂ ബിഹി ഇലൽ ഹാവിയ. അങ്ങനെ അവർ കൊടും ചൂടുള്ള ഹാവിയ എന്ന നരകത്തിലേക്ക് എറിയപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഇബ്നു മസ്ഊദേ, ഇബ്നു മസ്ഊദേ, അമാ സമിഅതല്ലാഹ യഖൂൽ, അല്ലാഹു പറയുന്നത് നീ കേൾക്കുന്നില്ലയോ ഇബ്നു മസ്ഊദേ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഓതുകയാണ്, ഇന്നല്ലാഹ യഅമുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് നീ കേൾക്കുന്നില്ലയോ ഇബ്നു മസ്ഊദേ? ഏ സ്വഹാബത്തെ, ലോക മുസ്ലിമേ, ലോക സഹോദര സഹോദരി, പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ലോകത്തോട് അവതരിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളോട് കൽപ്പിക്കുകയാണ്, അവൻ നിങ്ങളുടെ മേൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിന്റെ അവകാശികൾക്ക് മടക്കി കൊടുക്കണമേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, അൽ വുളു അമാന, ഉളുവെടുക്കൽ അമാനത്താണ്. വസ്സലാത്തു അമാന, നമസ്കാരം അമാനത്താണ്. വൽ കൈലു അമാന, അളക്കൽ അമാനത്താണ്. വൽ വസ്നു അമാന, തൂക്കിയെടുക്കലും അമാനത്താണ്. അളക്കുക, തൂക്കുക, കൊടുക്കുക, വാങ്ങുക, നമസ്കരിക്കുക, വുളുവെടുക്കുക, ഇതെല്ലാം അമാനത്താണ്. അതിലൊക്കെ വീഴ്ച വന്നാലും നാളെ ആഖിറത്തിൽ അതിന്റെ പേരിൽ അള്ളാഹിന്റെ മൂലം നമ്മൾ ഒറ്റയ്ക്ക് മറുപടി പറയേണ്ടി വരും. ഇതിലൊന്നും വീഴ്ച വരാൻ പാടില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീഴ്ച വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മളെയൊക്കെ അല്ലാഹു ശ്രദ്ധിക്കുന്നുണ്ട്. നാളെ നമ്മുടെ ഓരോ ന്യൂനതകളെയും രേഖപ്പെടുത്തുന്ന മലക്കുകൾ ആ ഫൈലുമായിട്ട് അള്ളാഹിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകും. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد.
നാളെ മരിച്ചു പോകുമെന്ന ചിന്ത നമുക്കുണ്ടാകണം. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഈ ലോകത്തിനൊരു പരിസമാപ്തി വേണം, ഈ ലോകത്തിനൊരു അന്ത്യം വേണം, ഈ ലോകം നശിച്ചു പോകണം. എങ്കിൽ മാത്രമേ ഈ മനുഷ്യൻ ചെയ്ത അധർമ്മങ്ങളും അതിക്രമങ്ങൾക്കും നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരികയുള്ളൂ. അതിന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള ശിക്ഷ അവൻ ഏറ്റെടുക്കേണ്ടി വരിക. അതിന് ഈ ലോകം അവസാനിക്കണം, ഈ ലോകം അന്ത്യമാകണം. അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അതാണ് ഖിയാമത്തിന്റെ വിളിയാളം. ആ വിളിയാളത്തിലൂടെ അള്ളാഹു നമ്മളെ ആഖിറത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വജാത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണത്തെ ഭയപ്പെടാത്ത മനുഷ്യനോട് ചോദിക്കുകയാണ്. മരണത്തെ മതിമറന്ന് ജീവിക്കുന്ന മനുഷ്യനോട് അള്ളാന്റെ ചോദ്യമാണ്. വജാത് സക്രത്തുൽ മൗതി ബിൽ ഹഖ്. മരണം അതിന്റെ യാഥാർത്ഥ്യവുമായി നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ, നിന്റെ ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോ, നീ ഏതൊരു ഭാഗത്താണോ ആ ഭാഗത്ത് മരണം നിന്നെ മാടി വിളിക്കുമ്പോ, ദാലിക മാ കുൻത മിൻഹു തഹീദ്. നീ മരിക്കുമെന്ന് നീ ചിന്തിച്ചിരുന്നവനെയല്ല. ഞാൻ യുവാവാണ്, എനിക്ക് വയസ്സ് 25, ഞാനിപ്പോൾ മരിക്കുകയില്ല, ഞാൻ വയസ്സായിട്ടേ മരിക്കുകയുള്ളൂ, ഞാൻ 70 വയസ്സ് വരെ ജീവിക്കും, അങ്ങനെ നരച്ചിട്ടാണ് ഞാൻ മരിച്ചു പോവുക. അതുകൊണ്ട് ഞാൻ 50-60 വയസ്സ് വരെ എന്ത് തോന്നിയ വാസവും തമ്മാടിത്തരവും ഈ നാട്ടിൽ ഞാൻ ചെയ്യുമെന്ന് ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ മരണത്തിലേക്ക് നിന്നെ മാടി വിളിക്കപ്പെടുമ്പോ അതാ മലക്ക് വന്ന് നിന്നോട് ചോദിക്കുകയാണ്, ദാലിക മാ കുൻത മിൻഹു തഹീദ്. ഈ മരണം നീ ഉദ്ദേശിച്ചതായിരുന്നില്ലേ, ഇതിനെ നീ നിഷേധിച്ചതല്ലേ? ഇങ്ങനെ ഒരു മരണം സംഭവിക്കുമെന്ന് എനിക്കിപ്പോ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ ചെറുപ്പക്കാരനല്ലേ, ഞാൻ ഇപ്പൊ മരിക്കൂലല്ലോ. എത്രയെത്ര ചെറുപ്പമാണ് ഈ റോഡിലൂടെ പിടഞ്ഞു മരിച്ചു വീഴുന്നത്. ഈ കാണുന്ന പുഴയിൽ എത്രയെത്ര ചെറുപ്പക്കാരാണ് മരിച്ചു വീഴുന്നത്. എത്രയെത്ര സഹോദരങ്ങൾ നമുക്കറിയാൻ കഴിയുമോ? ചെരുപ്പിന്റെ വാറ് പോലെയാണ് മരണം നിന്നെ അനുഗമിക്കുന്നത്. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെപ്പോഴും ആകാം, എങ്ങനെയും ആകാം, എവിടെ വെച്ചുമാകാം. അതിനൊരു കാലമില്ല, അതിനൊരു സമയമില്ല, അതിനൊരു ആയുസ്സില്ല, അതിനൊരു വയസ്സില്ല. അത് ഏത് സമയത്തും എപ്പോഴും ആകാമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും നബിതങ്ങളുടെ തിരുവചനങ്ങളിലൂടെയും പറയുമ്പോ ആ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് മലക്കുകൾ വന്നിട്ട് ചോദിക്കുകയാണ്, ദാലിക മാ കുൻത മിൻഹു തഹീദ്. ഈ മരണത്തെ നീ നിഷേധിച്ചവനല്ലേ, അതാ എത്തിയിരിക്കുന്നു. വജാത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖു വശഹീദ്. മരിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകുന്നത് അല്ലാഹുവിന്റെ ദർബാറിലേക്കാണ്. പിന്നെ അവന്റെ അവസ്ഥയെക്കുറിച്ച് അവന്റെ ഭാര്യ അറിയുന്നില്ല, അവന്റെ ഭർത്താവ് അറിയുന്നില്ല, അവന്റെ ഉപ്പ അറിയുന്നില്ല, ഉമ്മ അറിയുന്നില്ല, അവന്റെ നാട്ടുകാര്, കുടുംബക്കാര്, സുഹൃത്തുക്കള്, ഉറ്റവര്, ഉടയവര്, ബന്ധുക്കള്, അയൽവക്കക്കാര് ആരും അറിയുന്നില്ല. ഇവനെ കൊണ്ടുപോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്. ഇവനെ കൊണ്ടുപോകുമ്പോ ഇവൻ തനിച്ചല്ല പോകുന്നത്, ഇവനോടൊപ്പം 2 പേര് കൂടെയുണ്ടാകുമത്രേ. വജാത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖു വശഹീദ്. ദുനിയാവിൽ വെച്ച് അഹങ്കാരം ചെയ്ത സഹോദര സഹോദരി, അതെല്ലാം എഴുതി രേഖപ്പെടുത്തിയ മലക്കുണ്ടല്ലോ, ആ മലക്കുകൾ ഫൈലുമായി നിന്നോടൊപ്പം ഉണ്ടാകും. വശഹീദ്. നീ ചെയ്ത ഓരോ പ്രവർത്തനം, നാം ചെയ്ത ഓരോ പ്രവർത്തനത്തിന് മലക്ക് സാക്ഷ്യമാണ്, സാക്ഷ്യമാണ്, സാക്ഷ്യമാണ്. ആ സാക്ഷിയായ മലക്കും നമ്മോടൊപ്പം ഉണ്ടാകും. നമ്മെ നയിച്ചു കൊണ്ടുപോകാൻ ഒരു മലക്കുമുണ്ടാകും. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഫയലുകൾ നമ്മുടെ കൈകളിൽ നിന്ന് ആ മലക്കുകൾ സൂക്ഷിച്ചു വാങ്ങിക്കൊണ്ട് അള്ളാന്റെ ദർബാറിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. ഓരോ ആത്മാവിനോടൊപ്പം ഉണ്ടാകും.
സായിഖുൻ അവനെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരു മലക്ക്, വശഹീദ് ദുനിയാവിൽ അവൻ ചെയ്ത ഓരോ തെറ്റുകുറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മലക്ക്. രണ്ടുപേരുണ്ടാകും. ഇവിടുത്തെ ജയിലിൽ കണ്ടിട്ടില്ല, പോലീസ് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ കോടതിയിലേക്ക് കൈവിലങ്ങ് വെച്ചുകൊണ്ടുപോകുമ്പോ രണ്ടുപേര്, ഒരു പോലീസ് വലതു ഭാഗത്ത് ഒരു പോലീസ് ഇടത് ഭാഗത്ത്, ഗൺമാനുമായിട്ട് ഇങ്ങനെ രണ്ടുപേര്. അപ്പൊ ഇങ്ങനെ രണ്ട് കൂട്ടർ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്നത് പോലെ ഇവനെ അള്ളാന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നത് ഒറ്റയ്ക്കല്ല, രണ്ട് മലക്കുകളുടെ സാന്നിധ്യത്തിൽ നേരെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അള്ളാഹ് ചോദിക്കാണ്, എങ്ങോട്ട് കൊണ്ടുപോവാണ്, എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്? ഇപ്പൊ നമ്മൾ ഇതൊന്നും വാത് പറഞ്ഞാലോ ആയത്തോതിയാലൊന്നും കേറൂല, ഉള്ളിലേക്ക് കയറൂല. ആ സമയത്ത് ഇവൻ നിലവിളിക്കും, എന്നെ എങ്ങോട്ട് കൊണ്ടുപോകും? അപ്പോൾ മലക്കൾ അവനോട് പറയും, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫകശഫ്നാ അൻക ഗിതാഅക فبصرك اليوم حديد. ദുനിയാവിൽ അശ്രദ്ധനായി കഴിഞ്ഞവനല്ലേ നീ? പള്ളിയുടെ ഓരത്ത് താമസിച്ചിട്ട് ബാങ്ക് വിളി കേട്ടിട്ട് പള്ളിയിൽ പോകാത്തവനല്ലേ നീ? പരിശുദ്ധമായ റമദാൻ സമാഗതമായിട്ട് റമദാനിന്റെ പകലുകളിൽ കുടിച്ച് രസിച്ച് രമിച്ച് കളിച്ച് ജീവിച്ചവനല്ലേ നീ? സാമ്പത്തികമായി കഴിവുകൾ ഉണ്ടായിട്ട് സാദിക്കളുടെ അവകാശമെന്ന നിലയിൽ സക്കാത്ത് കൊടുക്കാത്തവനല്ലേ നീ? അല്ലാഹു നിനക്ക് ആയുസ്സും ഊർജവും ഓജസ്സും തേജസ്സും നൽകിയിട്ട് അത് റബ്ബിന് വേണ്ടി സമർപ്പിക്കാത്തവനല്ലേ നീ? എത്ര പാഠങ്ങളാണ് നിന്റെ മുന്നിൽ വന്നിട്ട് അതെല്ലാം പുച്ഛിച്ച് തള്ളിയവനല്ലേ നീ? ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. നാളെ നിന്നെ തെളിച്ചു കൊണ്ടുവരുമെന്ന ഈ ഭയാനകത നിറഞ്ഞ ഈ മൈശറാവൻ സമ്മേളന നഗരിയിലേക്ക് മനുഷ്യ നിന്നെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നീ കേട്ടിട്ട് അത് നീ പുച്ഛിച്ച് തള്ളിയവനല്ലേ? ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. നിന്റെ ആ മൂടുപടം ഞങ്ങളിപ്പോ പിച്ചി ചീന്തിക്കളഞ്ഞു, അത് മുറിച്ചു കളഞ്ഞു, അത് പൊട്ടിച്ചു കളഞ്ഞു. ഇപ്പോ നിന്റെ കണ്ണിന് മൂർച്ച കൂടുതലാണ്. ഇപ്പൊ നമുക്കൊന്ന് നോക്കുമ്പോ വലിയ മൂർച്ചയില്ല. ഇപ്പൊ നമ്മുടെ കണ്ണിന് നല്ല കാഴ്ച, പവർ. ഇശൽ നിലാവിലേക്ക് നോക്കാൻ നല്ല പവറാണ്, മഴവിൽ മനോരമയിലേക്ക് നോക്കാൻ നല്ല പവറാണ്, കുങ്കുമത്തിലേക്ക് നോക്കാൻ നല്ല പവറാണ്, വെറുതെ അല്ല ഒരു ഭാര്യയിലേക്ക് നോക്കാൻ നല്ല പവറാണ്. ഖുർആൻ തുറന്നു വെച്ചാൽ ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ ലോങ് സൈറ്റ് വെള്ളം എടുത്ത് പവർ കുറവ്. നാളെ ആഖിറത്തിലേക്ക് പോകും, മരിച്ചു പോകും, ഖബറിൽ പോയി കിടക്കാനുള്ളതാണ്. അതെല്ലാം അങ്ങോട്ട് മാറ്റുകയാണ്, പവർ കുറവ്. ഇതെല്ലാം നിഷേധിക്കും, ഒന്നും ചെയ്യൂല. എത്ര പറഞ്ഞാലും ഇതിലൂടെ കേൾക്കും, ഇതിലൂടെ പോകും. ഇവനെ നാളെ തെളിച്ചു കൊണ്ടുപോകുമ്പോ മലക്കൾ ചോദിക്കാൻ, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. ഇപ്പൊ നിനക്ക് കണ്ണിന് നല്ല മൂർച്ചയുണ്ടല്ലേ? ഇപ്പൊ നീ മനസ്സിലാക്കുന്നത് യാഥാർത്ഥ്യമാണ്, ഇപ്പൊ നീ മനസ്സിലാക്കുന്നില്ലേ? പക്ഷെ അവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നാളെ ഇവനെ കൊണ്ടുപോവുകയാണ്, ഇവനോട് ചോദിക്കുകയാണ്, നിനക്ക് ദുനിയാവിൽ അള്ളാഹു നിന്നെ ഏൽപ്പിച്ച അമാനത്ത് നീ നിറവേറ്റാതെ ഇപ്പോൾ എന്നെ ഒന്ന് മടക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉടനെ അള്ളാന്റെ ചോദ്യം, നീ എന്തിനാണ് നിലവിളിക്കുന്നു? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീ من تذكر وجاءكم النذير. നിനക്ക് എത്ര വയസ്സ് തന്നു? നല്ല ചുള്ളനായിട്ട് നല്ല നടന്നില്ലേ, നല്ലവനായിട്ട് നടന്നില്ലേ, നല്ല ആരോഗ്യം തന്നില്ലേ, നല്ല സൗന്ദര്യം തന്നില്ലേ, കഴിവ് തന്നില്ലേ? എത്ര വയസ്സ് തന്നു? ചിന്തിക്കാൻ ഞാൻ കഴിവ് തന്നില്ലേ? ഖുർആൻ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, ഉറുദുവിൽ നീ നെറ്റൊന്ന് അമർത്തിയാൽ ഏത് ദുനിയാവിലുള്ള ഏത് അറബി വാക്കുകൾ നിനക്ക് കിട്ടുമല്ലോ. ഇതൊക്കെ നിന്റെ കയ്യിൽ ഞാൻ തന്നില്ലേ? നാളെ ചോദ്യം വരും. നെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ചോദ്യം ഉണ്ടാകും.
ഇതൊക്കെ അള്ളാഹ് നമ്മുടെ കയ്യിൽ തുറന്നു തന്നു. ഇസ്ലാം നിയമം പഠിച്ചോ. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി. മാത്രല്ല ഇതൊക്കെ പരിചയപ്പെടുത്തി തരാൻ ഒരു ദൂതനെ നിങ്ങൾക്ക് ഞാൻ നിയോഗിച്ചു തന്നില്ലേ? ഒരു ദൂതനെ ഞാൻ നിങ്ങൾക്ക് നിയോഗിച്ചെന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് പഠിപ്പിച്ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതുകൊണ്ട് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാൻ ആരുമില്ലായിരുന്നു. നമ്മുടെ ഏത് നാട്ടിലെ മദ്രസകളിൽ പോയാലും ആദ്യമായി നമ്മളെ ഖുർആൻ പഠിപ്പിച്ചിരുന്നു. അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി തരുന്നു. ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാലപാഠങ്ങൾ പഠിപ്പിച്ചിരുന്നു. ഇത് പഠിപ്പിച്ചെന്നില്ലേ? വജാഅകുമുൻ നദീർ. അവൻ സമ്മതിച്ചേ മതിയാവൂ. അള്ളാന്റെ മുന്നിൽ ഇവൻ നാളെ കളവ് പറയാൻ പറ്റൂല. കുല്ലമാ ഉൽഖിയ ഫിഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. ഓരോ സംഘങ്ങളായി അമാനത്ത് സൂക്ഷിക്കാതെ ആഖിറത്തിലേക്ക് പോകുന്നവരെ ഓരോ സംഘങ്ങളായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ അവർ ആ മലക്കുകളോട് കരഞ്ഞു കേണപേക്ഷിക്കുകയാണ്, ഞങ്ങളെ ഒന്ന് മടക്കുമോ, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ. ഉടനെ ആ മലക്കുകൾ അവരോട് ചോദിക്കുകയാണ്, അലം യഅതികും നദീർ. ഇങ്ങനെ ഒരു മഹാസംഭവം ഉണ്ടാകുമെന്ന സത്യം നിങ്ങളുടെ മുന്നിൽ ആരും ഓതി തന്നില്ലയോ? ആരും അറിയിച്ചു തന്നില്ലയോ? ആരും പഠിപ്പിച്ചു തന്നില്ലയോ? വെറുതെയല്ല ഈ വാവ് സംഘടിപ്പിച്ചത്, വെറുതെയല്ല. കാസർഗോഡിന്റെ തെരുവോരങ്ങളിൽ ദിനേന വാവ് പരമ്പരകളാണ്, മതവിജ്ഞാന സദസ്സുകളാണ്. ഓരോ മുക്കിലും മൂലകളിലും പ്രഗത്ഭരും പ്രശസ്തരും വന്ന് പ്രഭാഷണം നടത്തുമ്പോ ഇതൊരു ചടങ്ങല്ല, ഇതൊരു ചടങ്ങല്ല, ഇതൊരു അമാനത്താണ്, ഇതൊരു അമാനത്താണ്. ഇവിടെ ഒരുമിച്ച് കൂടിയവരും ഇവിടെ സന്നിഹിതരായവരും ഇവിടെ സന്നിഹിതരാവാത്തവരും നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്, അലം യഅതികും നദീർ. നിങ്ങൾക്കൊരു ദൂതൻ കടന്നു വന്നില്ലയോ, താക്കീതുകാരൻ വന്നില്ലയോ എന്ന് ചോദിക്കുമ്പോ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. ഒന്നടങ്കം അവര് പറയുമത്രേ, അതേ അല്ലാ, ഒരുപാട് വാള് ഞങ്ങൾ കേട്ടവരാണ്, ഒരുപാട് ദൂതന്മാർ ഒരുപാട് ഉസ്താദുമാർ ഞങ്ങൾക്ക് വന്ന് പഠിപ്പിച്ചു തന്നതാണ്. പക്ഷേ ഞങ്ങൾ അതെല്ലാം കളവാക്കി പുച്ഛിച്ചു തള്ളി പടച്ചവനെ. എടുത്തെല്ലാം കളഞ്ഞു. അത് വലിയ കാര്യം കൊടുത്തില്ല, അല്ലെ കാര്യാക്കില്ല. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞെന്നറിയോ? وَقُلْنَا مَا نَزَّلَ اللَّهُ مِنْ شَيْءٍ إِنْ أَنْتُمْ إِلَّا فِي ضَلَالٍ كَبِيرٍ.